Hi students, Industry Instrumentation and Automation second module ആണ് നമ്മളിപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായ ഡിസ്പ്ലേസ് മെഷർമെൻറ്റ്, എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ഒന്നെങ്കിൽ റെസിസ്റ്റീവ് പ്രിൻസിപ്പിളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്റീവോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവോ പ്രിൻസിപ്പിളായിരിക്കും. സോ ഈ മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എന്താണ് ഒരു ഡിഫറൻഷ്യൽ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ടോർക്ക്, ഒരു സ്ട്രെയിൻ ഗേജ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ടോർക്ക് മെഷർ ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു സെക്ഷനിൽ, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ 2ൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് ലീനിയറോ അല്ലെങ്കിൽ ആംഗുലർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ് ചെയ്യുന്ന രീതികളെ പറ്റി പറഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഫ്ലോ മെഷർമെൻറ്റാണ്. എങ്ങനെയാണ് നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഫ്ലോ മെഷർ ചെയ്യുന്നത്. സോ ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏതൊരു ഇൻഡസ്ട്രി ആയാലും ഒരു ഓട്ടോമേറ്റഡ് ഫീൽഡിലായാലും അവിടെ ധാരാളം മെറ്റീരിയൽസിന് ഫ്ലോ ഉണ്ടാവും. അത് പെർട്ടിക്കുലർലി നമുക്ക് അറിയേണ്ടത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ മറ്റ് ഫ്ലൂയിഡ്സോ ലിക്വിഡായിട്ടുള്ള ഇത് അല്ലെങ്കിൽ ഗേഷ്യസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ റേറ്റ് എന്താണ് അവരുടെ ഫ്ലോ റേറ്റ്, അല്ലെങ്കിൽ എന്താണ് വെലോസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ എന്താണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊരു റിവിഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബേസിക്കലി ഇതൊന്ന് ജസ്റ്റ് വായിച്ചു പോവുക. പിന്നെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്ത് ഒന്നുകൂടെ ബൈ ഹാർട്ട് ആക്കി വെക്കുക. സോ ഫ്ലോ മെഷർമെൻറ്റിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ അല്ലെ ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോ മെഷറിങ് മീറ്ററാണ്, അല്ലെങ്കിൽ ഫ്ലോ മെഷറിങ് ഡിവൈസാണ് ഹോട്ട് വയർ അനിമോമീറ്റർ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയും ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതേപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ ഹോട്ട് വയർ അനിമോമീറ്റർ എന്ന് പറയാൻ കാരണം, ഈ ഹോട്ട് വയർ അനിമോമീറ്റർ ഈ മീറ്ററിനകത്ത് ഒരു വയറുണ്ടാകും. ഈ വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടക്റ്റിംഗ് വയർ ആയിരിക്കും. അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിട്ടുള്ളൊരു വയറാണ്. സോ അങ്ങനെയുള്ള വയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അതിനകത്തൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സോ ഈ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഫ്ലോ കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹോട്ട് വയർ അനിമോമീറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു മെക്കാനിസം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലൊരു റിസർച്ച് ടൂളായിട്ടായിരിക്കും ഹോട്ട് വയർ അനിമോമീറ്ററിനെ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വയറിനെ ഹീറ്റ് ചെയ്യുന്നു. വയറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഫ്ലൂയിഡിൻ്റെ ആണോ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കേണ്ടത്, ആ ഫ്ലൂയിഡിലേക്ക് ഈ ഒരു വയറിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയും അതിനനുസരിച്ച് അത് റേറ്റ് അനുസരിച്ച് അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവും. വയറിൽ നിന്ന് ഫ്ലൂയിഡിലേക്കുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവുകയും, കാര്യം വയർ ഹൈ ടെമ്പറേച്ചറിൽ നമ്മുടെ ഫ്ലൂയിഡ് ലോ ടെമ്പറേച്ചറിലായിരിക്കും. സോ വയറിൽ നിന്നുള്ള ഹീറ്റ് ആ ഫ്ലൂയിഡിലേക്ക് എക്സ്ചേഞ്ച് ആവുകയും എത്രമാത്രം ഹീറ്റ് അവിടെ എക്സ്ചേഞ്ച് ആയെന്നുള്ളത് മെഷർ ചെയ്താൽ നമുക്കവിടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഫ്ലോ റേറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിന് രണ്ട് പാർട്സ് ഉണ്ട്. മെയിനായിട്ട് രണ്ട് പാർട്സ് ഉണ്ട്. ഒന്ന് കണ്ടക്റ്റിംഗ് വയറും ഒന്ന് വിസ്റ്റം ബ്രിഡ്ജും. സോ കണ്ടക്റ്റിംഗ് വയർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളൊരു വയറായിരിക്കും. അതിന് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ഒരു വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റിനനുസരിച്ചായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ്. ഹീറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലും, ഹീറ്റ് കുറയുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിന് വേരിയേഷൻ വരുന്നുണ്ടാകും. ഇനി ഈ ഒരു റെസിസ്റ്റൻസ്, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടൊരു വീസ്റ്റൺ ബ്രിഡ്ജ് മെക്കാനിസവും ഇതിനകത്ത് ഉണ്ടാകും. സോ മെയിൻലി ഇതിൻ്റെ പാർട്സ് എന്ന് പറയുമ്പോൾ കണ്ടക്റ്റിംഗ് വയർ ഉണ്ടാകും. കണ്ടക്റ്റിംഗ് വയറിൽ നമ്മളൊരു സെറാമിക് ബോഡി എൻകാപ്സുലേറ്റ് ചെയ്തേക്കുമായിരിക്കും. അതേപോലെ തന്നെ ഈ സെറാമിക് ബോഡിയിൽ നിന്ന് നമ്മൾ കണക്ഷൻസ് എടുക്കുക. ഈ കണക്ഷൻ നമ്മളൊരു വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കാരണം വയറിനുണ്ടാകുന്ന റെസിസ്റ്റൻസ് ചേഞ്ചിനെ മെഷർ ചെയ്യാനായിരിക്കും നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ട് രീതിയിൽ നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നുണ്ട്. ഫ്ലോയുടെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡും ഉണ്ട്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡും ഉണ്ട്. സോ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡിൽ അറേഞ്ച്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ വയർ. ഈ വയറിനെ നമ്മളൊരു സെറാമിക് ബോഡിയിൽ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ വയർ ഹീറ്റാവും. സോ ഹീറ്റ് ചെയ്ത് ഈ വയറിനെ നമ്മൾ ഈ ഗ്യാസ് ഫ്ലോയുടെ റേറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗ്യാസ് ഫ്ലോയുടെ സ്ട്രീമിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വയറിനെ നമ്മൾ അതിൻ്റെ സെക്കൻഡ് സെക്ഷനായ വീസ്റ്റൺ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വീസ്റ്റൺ ബ്രിഡ്ജ് നമുക്കറിയാം 4 റെസിസ്റ്റൻസ് ഉണ്ട്. അതിലൊന്ന് വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഫിക്സഡ് വോൾട്ടേജിലിരിക്കുന്ന ബാലൻസ്ഡ് ആയിട്ടൊരു ബ്രിഡ്ജാണ്. അതേപോലെ തന്നെ അതിനകത്തൊരു റിയോസ്റ്റാറ്റും ബാറ്ററിയും ഉണ്ട്. സോ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഈ ഹീറ്റ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലിരിക്കുന്ന വയറിൽ നിന്ന് നേരെ ഗ്യാസിലേക്ക് അല്ലെങ്കിൽ ഏത് ഫ്ലോ സ്ട്രീമാണോ അതിലേക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നു.
സോ നമ്മൾ കോൺസ്റ്റൻറ്റ് കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ വയറിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എത്രമാത്രം ഹീറ്റ് അതിനകത്തുണ്ടായോ അതിൻ്റെ ഒരു പോർഷൻ നമ്മളുടെ ഫ്ലോയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വയറിൻ്റെ റെസിസ്റ്റൻസും വേരിയേഷൻ ഉണ്ടാകും. അതായത് എത്രമാത്രം ഹീറ്റ് ട്രാൻസ്ഫർ ആയോ അതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ടാവും. സോ ഹീറ്റ് കുറയുമ്പോൾ വയറിൻ്റെ ഹീറ്റ് കുറയുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് കുറയുന്നു. ഇനി ഈ വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ്, അതായത് നമ്മളിപ്പോൾ ഒരു സപ്പോസ് വയറിന് ഒരു 80 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നത്. അതൊരു ഫ്ലോയ്ക്കകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു 50 ഡിഗ്രി സെൽഷ്യസ് ആയെന്നിരിക്കട്ടെ. സോ 80 ഡിഗ്രി സെൽഷ്യസിന് ഒരു 100 ഓം ആയിരുന്നു അതിൻ്റെ റെസിസ്റ്റൻസ് എങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് വന്നപ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു കുറവുണ്ടാകും. സോ ഈ ഒരു വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസിന് നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യും. സോ ഈ വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത് നമുക്ക് കറസ്പോണ്ടിങ് റേറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ കോൺസ്റ്റൻറ്റ് കറൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡ്. സോ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് കറൻറ്റ് മെത്തേഡുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. പക്ഷേ അവസാനം മാത്രം നമ്മളൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അറേഞ്ച്മെൻറ്റാണ്. ഒരു വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ കോൺസ്റ്റൻറ്റ് കറൻറ്റ് കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പകരം അപ്പുറത്തൊരു വേരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളുടെ വയറിനെ ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് ചെയ്ത വയറിനെ ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് നേരെ ഈ വയറിനെ നമ്മളൊരു ഫ്ലൂയിഡ് സ്ട്രീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ, വയറിൽ നിന്ന് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നു. സോ ഇങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടായ സമയത്ത് വയറിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു. ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് നേരെ അതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നു. സോ ടെമ്പറേച്ചർ വേരി ചെയ്തു, റെസിസ്റ്റൻസും വേരി ചെയ്തു. ഇനി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെസിസ്റ്റൻസിനെ തൊട്ട് മുന്നത്തെ കേസ് നമ്മൾ ആ വേരിയേഷൻ ഉണ്ടായ റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടായി ആ വേരിയേഷനെ നമ്മൾ മെഷർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ വേരിയേഷനെ മെഷർ ചെയ്യാണ്ട് നമ്മൾ നേരെ എത്ര കറണ്ട് കൊടുത്താൽ തിരിച്ച് പഴയ ടെമ്പറേച്ചറിലേക്ക് ആ വയറ് പോകും, ഇനിഷ്യൽ ടെമ്പറേച്ചറിലേക്ക് ആ വയറ് പോകും എന്നുള്ളതായിരിക്കും കണ്ടുപിടിക്കുന്നത്. സോ ഇനിഷ്യൽ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പം ഫ്ലോ വന്നപ്പോൾ 60 ആയി. സോ ഞാനിവിടെ നോക്കുന്നത് അപ്പോൾ 80 to 60 ആയപ്പോൾ ഒബ്വിയസ്ലി റെസിസ്റ്റൻസ് ഹൈയിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കുന്നതിന് പകരം ഞാനിവിടെ ആ 60യിൽ നിന്ന് തിരിച്ച് 80 ആക്കാൻ വേണ്ടി എത്രമാത്രം എക്സ്റ്റേണൽ കറണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് അതിന് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കും. സോ ഇതാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡ്. ഇനി നമ്മുടെ മെഷർമെൻറ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഹോട്ട് വയർ അനിമോമീറ്ററിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ, അതായത് ഇലക്ട്രിക്കലി നമ്മൾ ആ ഒരു വയറിനെ ഹീറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ഹീറ്റിനെ വയറിൽ നിന്ന് നമ്മൾ സ്ട്രീമിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഇനി ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് തന്നെ വയറിൻ്റെ റെസിസ്റ്റൻസും വേരി ചെയ്യുന്നുണ്ട്, വയറിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. അത് നമ്മൾ ആ വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ഉണ്ടായ കുറവിനെ നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. പിന്നെ അതിന് ശേഷം ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് രണ്ട് മെത്തേഡിൽ നിന്ന് ഒന്നെങ്കിൽ ആ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീറ്റ് ഫ്ലോ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം കറണ്ട് കൊടുത്തിട്ട് നമുക്ക് പഴയ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് അതിൻ്റെ ഒരു ബേസിക് അറേഞ്ച്മെൻ്റാണ് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ. ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മളുടെ വയറുമായിട്ട് നമ്മളുടെ കണ്ടക്റ്റിംഗ് വയറുമായിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് സീരീസ്ലി കണക്റ്റഡ് ആയിരിക്കും. സോ ഈ സീരീസ്ലി കണക്റ്റഡ് റെസിസ്റ്റൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിനുണ്ടാകുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നത് ഈ റെസിസ്റ്ററിലായിരിക്കും. സോ എത്രമാത്രം ടെമ്പറേച്ചർ വേരിയേഷൻ അവിടെ ഉണ്ടായോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഈ സ്റ്റാൻഡേർഡ് റെസിസ്റ്ററിൽ ഉണ്ടാവുകയും അത് നമുക്കൊരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു ജനറൽ വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഹീറ്റ് ലോസിൻ്റെ ഇക്വേഷൻ. സോ ഞാൻ പറഞ്ഞ ഹീറ്റ് ലോസിൽ നിന്നാണ് നമ്മൾ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്നത്. സോ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് അതിനെ ഗവേൺ ചെയ്യുന്നത് നോക്കാം. ഒന്ന് ഇക്വേഷൻ, ഹീറ്റ് ലോസിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A × Vp + B⁻²² J/s ആണ്. ഇവിടെ എയും ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോൺസ്റ്റൻസ് ആണ്. ഈ കോൺസ്റ്റൻസ് ഫ്ലൂയിഡിൻ്റെ വയറിൻ്റെയൊക്കെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കോൺസ്റ്റൻസ് ആണ്. പിന്നെ വി എന്നുള്ളത് നമ്മുടെ ഹീറ്റ് ഫ്ലോയുടെ വെലോസിറ്റി, അത് തന്നെയായിരിക്കും നമ്മളുടെ
ഫ്ലോയുടെ വെലോസിറ്റി. പിന്നെ റോ എന്നുള്ളത് ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ആയിരിക്കും. സോ വി ഇൻറ്റു റോ പ്ലസ് b⁻² ഇൻറ്റു എ ആണ്. ഇനി നമ്മൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുകയാണ്. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്കറിയാം, നമ്മൾ വയറിനകത്ത് I എന്നുള്ളൊരു കറണ്ട് കൊടുത്തു, R ആണ് വയറിൻ്റെ റെസിസ്റ്റൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ I² R ആയിരിക്കും. അതുതന്നെയായിരിക്കും ഹീറ്റ് ലോസ്റ്റ്. സോ ഹീറ്റ് ജനറേറ്റർ I² R ആണ്. ഹീറ്റ് ലോസ്റ്റ് എന്ന് വെച്ചാൽ A ഇൻറ്റു വി റോ പ്ലസ് b⁻² ആയിരിക്കും. സോ അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വി വിൽ ബി ഈക്വൽ ടു I² R ബൈ A² - B ബൈ റോ ആയിരിക്കും. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഫ്ലോയുടെ റേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നമ്മൾ ഫ്ലോ റേറ്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹോട്ട് വയർ അനിമോമീറ്ററിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷനാണ്. സോ ബേസിക് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഒരു വയർ ഉണ്ടാവും, കണ്ടക്റ്റിംഗ് വയർ ആയിരിക്കും. വയറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് വെച്ചിട്ട് നമ്മളൊരു ആ വയറിനെ ഒരു ഫ്ലൂയിഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലൂയിഡിൻ്റെ റേറ്റ് അനുസരിച്ച് അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നു. സോ എത്രമാത്രം ഹീറ്റ് എക്സ്ചേഞ്ച് ആയാൽ അത്രമാത്രം റെസിസ്റ്റൻസ് ആ വയറിന് കുറയുന്നു. ഈ റെസിസ്റ്റൻ്റെ വേരിയേഷൻ വെച്ചിട്ട് നമ്മൾ വീസ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പഴയ ടെമ്പറേച്ചറിലേക്ക് ആ വയറിനെ കൊണ്ടുപോകാൻ വേണ്ട കറണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. സോ ഇതാണ് ഫ്ലോ മെഷർമെൻറ്റ്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സൊക്കെ ചോദിച്ചത് ക്ലിയർ ആക്കി വെക്കുക. താങ്ക് യു.